ഗംഭീരം. എനിക്കൊന്ന് നേരിന് ശേഷം ഞാൻ ചെയ്ത അടുത്ത റിലീസാകുമ്പോൾ എൻ്റെ ഒരു സിനിമയാണ്, വെബ് സീരീസാണ് നാഗേന്ദ്രൻ. വലിയ 5th എപ്പിസോഡാണ് ഞാൻ ചെയ്തേക്കുന്നത്. ആദ്യമായിട്ട് കോമഡി. ഇപ്പം നേരെ ഒരു വില്ലൻ ക്യാരക്ടറായിരുന്നു. അതിനുശേഷം ഒരു കോമഡി, ഒരു വേറൊരു ഗ്രാമീണനായിട്ടുള്ളൊരു കഥാപാത്രമാണ് ചെയ്തേക്കുന്നത്. 5ാമത്തെ എപ്പിസോഡിൽ കന്നിക്കുസൃതിയും കനിച്ചേച്ചിയുടെ കൂടെയാണ്. കനിച്ചേച്ചി, സുരാജാട്ടും, അലക്സാട്ടും, പിന്നെ നമ്മുടെ ഒരു കുറച്ച് ഗ്യാങ് ഓഫ് ആൾക്കാരാണ്. അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഇതുവരെ 2 എപ്പിസോഡ് ഇവിടെ കാണിച്ചുള്ളൂ. പക്ഷേ സുരാജാട്ടൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര നല്ലൊരു സപ്പോർട്ടാണ്. കാരണം ഞാൻ അവിടെ സുരാജിൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു നേരെ സംഭവിച്ചത്. അവിടെ സുരാജിൻ്റെ കൂടെ അഭിനയിക്കുമ്പോഴായിരുന്നു ജിത്തു സാർ എന്നെ വിളിക്കുന്നത്. എന്നെ ജിത്തു സാർ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് സുരാജിൻ്റെ അടുത്താണ് ആദ്യം പറയുന്നത് ഇങ്ങനെ പരിപാടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് തുടങ്ങി ഒരു ബ്രദർലി കൂട്ട് അദ്ദേഹം തരുന്നൊരു കെയറും ഒരു സപ്പോർട്ടും ഭയങ്കരമാണ്. നേരെ ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം സിനിമ കാണാൻ അദ്ദേഹത്തിന് പറ്റില്ല, പക്ഷേ ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ അടുത്ത് അഭിപ്രായം പറഞ്ഞു, എന്നെപ്പറ്റിയൊക്കെ അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അത് പറഞ്ഞു. പിന്നെ അദ്ദേഹം ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ കുറേ നാൾക്ക് ശേഷം സുരാജായിട്ട് ഒരു ഔട്ട് ഓഫ് കോമഡി ഒരു സംഭവമാണ് കാണുന്നത്. മലയാളി പ്രേക്ഷകർ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു സുരാജായിട്ട് ഒരു കോമഡി ഒരു സംഭവമായിരിക്കും. ഒരു ഡാർക്ക് ഹ്യൂമറാണ്. അപ്പോൾ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും കാണാം. അതെ അതെ അതെ. ഞാൻ എൻ്റെ പേരും കൂടി പറഞ്ഞുതരാം. ആർക്കും എൻ്റെ പേര് അറിഞ്ഞില്ലെങ്കിൽ ശങ്കർ എന്തിച്ചോട് അതെൻ്റെ എന്നെ അറിയായിരിക്കും. പക്ഷെ അറിയാത്തവർക്ക് എന്തായാലും പറയണമല്ലോ. നേരെ കണ്ടവർക്ക് അറിയായിരിക്കും. നേരെ കണ്ടവർ മലയാളം എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാം കാണാം. നമുക്ക് നല്ലൊരു തിയേറ്റർ എല്ലാം റെന്റ് എടുത്തിട്ട് കാണാനോ. അല്ല സുഹൃത്തുക്കളായിട്ട് അങ്ങനെ നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഷോ നടത്താം. അല്ല നല്ല അല്ല ഞാൻ അതല്ല പറഞ്ഞത്. എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇറങ്ങിയത്. മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യയിലും ലോകത്ത് മുഴുവൻ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഇറക്കിയത്. ഒരുപാടധികം സന്തോഷം. നേരിന് ശേഷം അടുത്ത സിനിമ എൻ്റെ ആദ്യ സിനിമ രക്ഷാധികാരി വൈദ്യോക്കും ഡിസ്നിയിലായിരുന്നു. പിന്നെ ഇറങ്ങാൻ പോകുന്ന സിനിമയും ഡിസ്നിയിലാണ്. വെബ് സീരീസ് ഡിസ്നിയിലാണ്. ലാസ്റ്റ് ഇറങ്ങിയ നേരും ഡിസ്നിയിലാണ്. ഡിസ്നി ഫാമിലി ഞാനടുത്ത് ഇറങ്ങാൻ പോകുന്നത് എം.ടി. വാസുദേവൻ നായർ മമ്മൂട്ടി സാറിൻ്റെ ഒരു ഹിന്ദി സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഉറുമ്പുചോല വിഷൻ എന്ന് പറഞ്ഞ സലാമുകാരി മാറ്റ് ശ്രീ അബ്ബാസിയൊക്കെയുള്ള ഗിരീഷ് മോഹൻജാനൊക്കെയുള്ള സിനിമ. വരുന്നതിൽ കൂടുതൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെയാണ് എനിക്ക് ഈ വെബ് സീരീസിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ കോമഡി എനിക്ക് അതുപോലെ എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യാൻ താല്പര്യമുണ്ട്. കുറച്ചും കൂടെ എനിക്ക് ടഫായിട്ടും ഇഷ്ടത്തോടെ ഞാൻ ചെയ്യുന്നത് ഹ്യൂമറാണെന്ന് മാത്രമേ. കഷ്ടപ്പെട്ട് ചെയ്തതാണ്. കാണുമ്പോൾ ഭയങ്കര ചിരിച്ചു വിടുമെങ്കിൽ നമുക്ക് കുറച്ച് അധ്വാനം കൂടുതലാണ് ഹ്യൂമർ ചെയ്യുമ്പോൾ. ഫസ്റ്റ് എപ്പിസോഡിനേക്കാളും സെക്കൻഡ് എപ്പിസോഡ് ഭയങ്കരമായിട്ട് അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. എല്ലാവരും ചിരിക്കും. എല്ലാ മൊമെൻറ്റിലും എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു, അപ്ലോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് എനിക്ക് ആക്ച്വലി എനിക്ക് ആഫ്റ്റർ കുമ്പളങ്ങി എനിക്ക് ആ ഒരു കുമ്പളങ്ങിലൊരു സീൻ എനിക്ക് അങ്ങനെ ഒരു അപ്ലോസ് കിട്ടിയായിരുന്നു. അതെനിക്ക് ആക്ച്വലി വെബ് സീരീസിന് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഞാൻ പ്രതീക്ഷയല്ല. പക്ഷെ അത് കിട്ടിയപ്പം ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ. അതെല്ലാം ഓരോ ക്യാരക്ടേഴ്സാണ് വരുന്നത്. ഓരോ ആക്ടേഴ്സാണ് ഫീമെയിൽ വരുന്നത്. അപ്പം അത് ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇച്ചിരി ഇച്ചിരിയല്ലേ ഉള്ളൂ. കുറച്ചും കൂടി ഉണ്ടാവണേന്ന് ഞാൻ എപ്പോഴും ഞാനോട് പറയും. പക്ഷേ എല്ലാവർക്കും അതിനൊരു ടൈം പീരീഡ് ഉണ്ടല്ലോ. പക്ഷെ എല്ലാവരും ഈ ക്യാരക്ടർ ഏറ്റെടുക്കും എന്ന് വിശ്വാസമുണ്ടോ? പ്രതീക്ഷിക്കുന്നില്ല. അടുത്ത സിനിമയിൽ ഇതുപോലെ പബ്ലിക് ക്യാരക്ടർ നുണക്കുഴി വരുന്നുണ്ട് ജിത്തു ജോസഫ് സാറിൻ്റെ ബേസിലും ഞാനുമായിട്ട്. അതിലും ഹ്യൂമർ ടച്ചുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ അതല്ലാതെ സീരിയസ് കുറച്ച് വരുന്നുണ്ട്. സീരിയസ് ക്യാരക്ടേഴ്സ് തന്നെ വരുന്നുണ്ട്. ഹ്യൂമർ എന്തോ ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. ഹ്യൂമറായിട്ട് മുന്നോട്ട് പോയാലോ? പിന്നെ അങ്ങനെയല്ല, മലയാളി പ്രേക്ഷകരെല്ലാം എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് കൊണ്ട് തരാറുണ്ട്. എല്ലാം ചെയ്യാൻ താല്പര്യമാണ്. മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തേക്കുവാണ്. താങ്ക് യു സോ മച്ച്.